വന്ദിച്ച് കൈനേരെ കുപ്പിട്ടുള്ളത്. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന കേരള പോലീസും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ സൈക്കിൾ റാലിയും വാക്കത്തോണും സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി അനുസരിച്ച് ലഹരിയുടെ സ്വാധീനത്തിന് തുടച്ചു നീക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കേരളം ഇന്ന് ഒരുമിച്ച് നിൽക്കുക. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. അതിലേക്ക് നമ്മളെ നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ലഹരി മാഫിയ അതിശക്തമായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. പത്രം തുറന്നാലും ടി വി ഓൺ ചെയ്താലും നമ്മൾ കാണുന്ന പല വാർത്തകളും മനുഷ്യരാശിക്ക് തന്നെ അപകടമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ മക്കൾ മാതാപിതാക്കളെ കൊന്നു, മാതാപിതാക്കൾ മക്കളെ കൊന്നു, പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. സാധാരണ ചിലർ പറയുന്നൊരു വാചകമുണ്ട്, മനുഷ്യൻ മൃഗങ്ങളെ പോലെയാകുന്നു. ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. കാരണം മൃഗങ്ങൾക്ക് സ്വന്തം മക്കളെ നല്ല കാര്യമാണ്. ഒരു മുട്ട വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞ് പുറത്ത് വന്നാൽ ആ കോഴിക്കുഞ്ഞിനെ നമ്മൾ തൊടാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി, തള്ളക്കോഴി അതിൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് നമ്മളെ കൊത്താൻ വരും. ഒരു കാക്കയെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയാൽ കാക്കകളുടെ ഒരു മഹാപ്രളയമായിരിക്കും ആ പ്രദേശത്തുണ്ടാവുക. ഒരു പശുക്കുട്ടിയെ തൊടാൻ ചെന്നാൽ പശു തൊഴിക്കും. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ ഇന്ന് അങ്ങനെയല്ല. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതാണ് സ്വന്തക്കാരെ കൊന്നൊടുക്കുന്നത്. അതിൻ്റെ മുഖ്യ കാരണം ഈ ഡ്രഗ്സിൻ്റെ സ്വാധീനം തന്നെയാണ്. എൻ്റെ മുമ്പിലുള്ള ഈ കുട്ടികളെ പോലുള്ള പ്രായത്തിലുള്ളവർ പോലും ഇതിൻ്റെ സ്വാധീനത്തിന് അടിമപ്പെടുക. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോഴല്ലാത്ത സമയത്തൊക്കെ ഞാൻ എൻ്റെ പ്രദേശങ്ങളിൽ, എൻ്റെ ഇപ്പോഴത്തെ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ മരണ വീടൊക്കെ ഉണ്ടെങ്കിൽ ഓടിയെത്തുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ മാതാപിതാക്കളോട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരൊറ്റ വായ, എല്ലാ സ്ഥലത്തും എനിക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ ആണ്, അവന് മെൻ്റൽ ഡിപ്രഷനായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് മെൻ്റൽ ഡിപ്രഷനായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായി, അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, അതിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനമുണ്ടോ? ഇതൊന്നും ചിന്തിക്കാൻ മാതാപിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ ഒരു 5 വർഷം മുമ്പ് അന്ന് കണ്ണൂർ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഒരു ക്യാമ്പയിൻ, അത് അതിൻ്റെ ഒരു സ്ലോഗൻ ഏറ്റവും രസകരമായിരുന്നു, ഡിന്നർ വിത്ത് പാരൻസ്. അതായത് രക്ഷിതാക്കളോടൊപ്പം രാത്രി ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉള്ളു തുറഞ്ഞ ഒരു ചർച്ച മാതാപിതാക്കളും മക്കളുമായിട്ട്. അന്ന് ആ വിദ്യാലയത്തിലുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, ആരെയൊക്കെ കണ്ടുമുട്ടി, എന്തൊക്കെ സന്ദേശങ്ങൾ കൈമാറി. അതായത് ആ കുട്ടിക്ക് അന്ന് എന്തെങ്കിലും ഇതുപോലെ വല്ല സ്വാധീനം ഉണ്ടായാൽ അത് മാതാപിതാക്കളോട് തുറന്നു പറയാനും മാതാപിതാക്കന്മാർ മക്കളെ തിരുത്തുകയും ചെയ്യുക. അതായിരുന്നു ആ സ്ലോഗൻ്റെ അർത്ഥം. ഇന്നതിന് പ്രസക്തി വർദ്ധിച്ചൊരു കാലഘട്ടമാണ്.
ഞാൻ ഓർക്കുന്നു ശ്രീ രമേശ് ചെന്നിത്തല അധികം പ്രതിപക്ഷത്തിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അന്നത്തെ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും അദ്ദേഹം ലഹരിക്കെതിരായൊരു കൂട്ടയോട്ടം അദ്ദേഹം സംഘടിപ്പിക്കേണ്ടായി. 1-2 ജില്ലകൾ ഞാനാണ് അതിൽ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ അദ്ദേഹം മന്ത്രിയായി വന്നപ്പോൾ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം ആണ് ഈ സ്ലോഗൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന സ്ലോഗൻ മുന്നോട്ട് വെച്ചത്. ഇന്നതിന് നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ല പ്രാധാന്യം കിട്ടുക. അത്രയേറെ ലഹരി നമ്മുടെ സമൂഹത്തിനെ കീഴ്പ്പെടുത്തുമ്പോൾ അതിൽ നിന്നുള്ള മോചനം, അതാണ് ഇന്നത്തെ നമ്മുടെ ആവശ്യം. നിങ്ങളെല്ലാവരും അനുഭവത്തോടെ ഉദ്ഘാടനം ചെയ്ത ഈ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.